ഇന്ന് എക്സ്പ്രസ് പോകുന്നത് ഫ്രാഗ്മെന്റ് ഓഫ് ദ ഫ്ലവർ എന്ന് പറഞ്ഞ ആനിമി സീരീസിന്റെ സീസൺ 1 അതിലെ 3ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് തന്നെ ഈ വീഡിയോക്ക് എപ്പോൾ 100 ലൈക്സ് ആകുന്നു അന്നേരം ഞാൻ നെക്സ്റ്റ് എപ്പിസോഡ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വിശ്വസിക്കാതെ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ കഥാനായകനായിട്ടുള്ള റെൻഡാറോനെയും മുസാമിനെയുമാണ്. കാലാവസ്ഥ വളരെയധികം ചൂടായതുകൊണ്ട് തന്നെ ഇവർക്ക് നിൽക്കാനും ഇരിക്കാനും ഒന്നിനും സാധിക്കുന്നില്ല. പക്ഷേ സ്റ്റാഫ് റൂം ലേസി ഉണ്ട്. എന്നാൽ കുറച്ചു നേരം അവിടെ പോയി നിൽക്കാമെന്ന് നമ്മുടെ ഉസാമി പറയുകയാണ്. സോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് സ്റ്റാഫ് റൂമിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും വളരെയധികം ബോറടിച്ചിരിക്കുകയാണ്. കാരണം ഇവർക്ക് രണ്ടുപേർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ഉസാമി ഒരു കാര്യം ആലോചിക്കുന്നത്. അടുത്ത മാസം സ്പോർട്സ് ഡേ ആണെന്ന്. സോ ഈ വർഷമെങ്കിലും നമുക്ക് വിജയിക്കണമെന്ന് നമ്മുടെ ഉസാമി പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷമുണ്ട് സ്റ്റാഫ് റൂമിലോട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവരുടെ ടീച്ചർ പറയുന്നത്, ഈ വർഷം പരീക്ഷയ്ക്ക് ജയിക്കാത്ത ആർക്കും സ്പോർട്സ് ഡേയിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല. സോ ആ ദിവസം സപ്ലിമെന്റ് എക്സാംസ് ഒക്കെ ആയിരിക്കും നടക്കുന്നത് എന്ന് അവരുടെ ടീച്ചർ പറയുകയാണ്. കേട്ട രണ്ടാറ് ചോദിക്കുകയാണ്, ഇപ്പൊ നടക്കുന്ന എക്സാമിന് ഞങ്ങൾ തോൽക്കത്തില്ല. സോ അങ്ങനെയാണെങ്കിൽ സ്പോർട്സ് ഡേ നടക്കുമല്ലോ, നിങ്ങൾ സ്പോർട്സ് ഡേക്കും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാനൊരു ഐസ്ക്രീം മേടിച്ച് തരുമെന്ന് ടീച്ചർ പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ ഉസാമി ആണെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം ഇനി എക്സാമിന് നല്ല രീതിയിൽ തന്നെ പഠിക്കണമല്ലോ എന്ന് ആലോചിച്ച് ബുക്ക് തുറന്ന് അന്നേരം ഉറക്കം വരും. എനിക്ക് ഒട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഉസാമി ആണെങ്കിൽ സാക്കുവിനോട് ചോദിക്കും, എടാ എന്നെ ഒന്ന് പഠിപ്പിക്കടാ, എന്തെങ്കിലുമൊക്കെ മതി, എന്തെങ്കിലുമൊക്കെ എനിക്കത് പഠിപ്പിച്ചതാണ്. ചോദിക്കട്ടെ. സാക്കു പറയും, കഴിഞ്ഞ വർഷം ഞാൻ നിന്നെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ നീയൊക്കെ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടും നീയൊക്കെ എഴുതി ഫെയിലായി. അതുകൊണ്ട് ആ പരിപാടിക്ക് ഞാൻ നമ്മുടെ രണ്ടാറോ വേറൊരു പയ്യനോട് പഠിപ്പിച്ച് തരാമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവന് കറക്റ്റായിട്ട് എല്ലാ ടോപ്പിക്സും അറിയത്തില്ലെന്ന് അവൻ പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സാക്കു ഉസാമി അവിടെ കിടന്ന് അടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ടൈമിൽ തന്നെ റെൻഡാറിന്റെ അമ്മ റെൻഡാറോയ്ക്ക് മെസ്സേജ് അയക്കുകയാണ്. ഷോപ്പിൽ ഡിസ്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെ ആ വഗൂരിനെ വിളിച്ചുകൊണ്ട് ഷോപ്പിലേക്ക് വരാൻ വേണ്ടി അവൻ അമ്മ മെസ്സേജ് അയക്കുകയാണ്. നേരമായിരുന്നു നമ്മുടെ റെൻഡാറോ ചിന്തിക്കുന്നത്, വഗൂരി ഷോപ്പിലൊക്കെ വന്നിട്ട് ഒരുപാടധികം നാളായല്ലോ, അവൾക്ക് എന്ത് പറ്റി. നേരെ തന്നെ നമ്മുടെ റെൻഡാറോ ആണെങ്കിൽ വഗൂരിക്ക് മെസ്സേജ് അയക്കുകയാണ്, ഇന്ന് വൈകിട്ട് ഷോപ്പിലേക്ക് വരാൻ പറ്റുമോ, ഇന്ന് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ മെസ്സേജ് എത്ര അയക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അങ്ങനെ അവസാനം നമ്മുടെ റെൻഡാറോ മെസ്സേജ് അയക്കുകയാണ്. നേരം കഴിഞ്ഞപ്പോൾ അവളുടെ അടുത്ത് നിന്ന് റിപ്ലൈ വരികയാണ്, എന്നോട് ക്ഷമിക്ക്, എനിക്ക് ഈ മാസം വരാൻ വേണ്ടി പറ്റത്തില്ല, ഈ മാസം മുഴുവനും ഞാൻ ഭയങ്കര ബിസിയാ എന്ന് നമ്മുടെ വഗൂരി മെസ്സേജ് അയക്കുകയാണ്. മെസ്സേജ് വായിച്ചിട്ട് നമ്മുടെ രണ്ടാർക്ക് നല്ല രീതിയിൽ തന്നെ വിഷമമാകുന്നുണ്ടെങ്കിലും അവൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാണുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രണ്ടാറോ ആശ്വസിക്കുകയാണ്. സോ അതേ സമയത്ത് തന്നെ നമ്മുടെ ഉസാമി വന്നിട്ട് നമ്മുടെ രണ്ടാറോനോട് പറയുകയാണ്, നമുക്ക് ലൈബ്രറിയിലേക്ക് പോകാമെന്ന്. സോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ലൈബ്രറിയിലേക്ക് പോവുകയാണ്. സോ ഇവർ ലൈബ്രറി വന്നിരിക്കുന്നത് പഠിക്കാൻ വേണ്ടിയാണ്. സാക്കുവിലൂടെ അടി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇനി സാക്ക് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇവർ തന്നെ ഇരുന്ന് പഠിക്കാൻ. ഇവർ രണ്ടുപേരും പഠിക്കാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ബുക്ക് തുറക്കുമ്പോൾ തന്നെ ഇവർക്ക് തലകറക്കം വരികയാണ്. ഇവർക്കൊരു തേങ്ങ മനസ്സിലാകുന്നില്ല. ഇത് കണ്ട് റെൻഡാറോ പറയുകയാണ്, എനിക്ക് തോന്നുന്നു സാക്ക് ഉണ്ടെങ്കിലേ നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. കഴിഞ്ഞ വർഷവും നമുക്ക് പഠിപ്പിച്ച് തരാൻ വേണ്ടി വന്നതാണ്, എന്നിട്ടും നമ്മളൊന്നും എഴുതിയിട്ടില്ല. അത് അവനെ നല്ല രീതിയിൽ തന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അവൻ നമ്മളോട് ദേഷ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവനോട് ഒന്നുകൂടെ പോയി ക്ഷമയൊക്കെ ചോദിച്ചിട്ട് അവനോട് പഠിപ്പിച്ചു തരാമെന്ന് ചോദിക്കാം. കേട്ട ഉസാമിക്ക് റെൻഡാറോ പറഞ്ഞ കാര്യം ശരിയാണെന്ന് തോന്നുന്നു. സോ അതുകൊണ്ട് തന്നെ അവനോട് പോയി ക്ഷമയൊക്കെ ചോദിച്ചിട്ട് അവനോട് പഠിപ്പിച്ച് തരാമെന്ന് ഞാൻ ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉസാമി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നമ്മുടെ റെൻഡാറോ ചെകിരുന്ന പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒന്നും സാധിക്കുന്നില്ല. അതേ സമയത്ത് തന്നെ അങ്ങോട്ട് രണ്ട് പെൺകുട്ടികൾ സീറ്റ് തപ്പി വരികയാണ്. രണ്ടുപേർക്കും പഠിക്കാൻ വേണ്ടി സീറ്റ് തപ്പുന്ന സമയത്ത് അവിടെ നിന്ന് സീറ്റില്ല. അതേ സമയത്ത് തന്നെ ഇത് മനസ്സിലാക്കിയ റെൻഡാറോ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറുകയാണ്. ചേട്ടൻ നമുക്ക് വേണ്ടി സീറ്റ് മാറി. ആ ചേട്ടനോട് ഒരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല എന്നാ പെൺകുട്ടികൾ പറയുന്നു. നമ്മുടെ റെൻഡാറോ നടന്നു പോകുന്ന സമയത്ത് മുമ്പ് കേട്ട ഏതോ ഒരു പെണ്ണിന്റെ ശബ്ദം നോക്കുന്ന സമയത്ത് അത് വേറെ ആരുമല്ലായിരുന്നു, വഗൂരിയായിരുന്നു. ഇപ്പോഴാണ് നമ്മുടെ റെൻഡാറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, അവള് കടയിലേക്ക് വരാത്തതിന്റെ കാരണം അവൾക്ക് എക്സാം ആണെന്ന്. സോ വഗൂരി അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പ്രഷ്യസ് ആയിട്ടുള്ള സ്കൂളിൽ പഠിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന് നമ്മുടെ രണ്ടാറ് മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ തന്നെ വഗൂരിയുടെ കൂട്ടുകാരി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ നമ്മുടെ വഗൂരി പിക്ചേഴ്സ് ഒക്കെ ബുക്കിൽ വരയ്ക്കുന്നുണ്ട്. സോ ഇത് കണ്ട വഗൂരിയുടെ കൂട്ടുകാരി ചോദിക്കുകയാണ്, നിനക്ക് പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കാൻ അറിയാവോ? അറിയാം, ഞാൻ എപ്പോഴും വരയ്ക്കാറില്ല, ഫ്രീ ടൈമിൽ മാത്രമേ വരയ്ക്കാറുള്ളൂ എന്ന് നമ്മുടെ വഗൂരി പറയുന്നു. ഈ വർഷവും നീ തന്നെയായിരിക്കും റാങ്ക് ഹോൾഡർ, നീ നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ വഗൂരിയുടെ കൂട്ടുകാരി പറയുന്നു. കേൾക്കുന്ന സമയത്ത് നമ്മുടെ രണ്ടാറോയ്ക്ക് നല്ല രീതിയിൽ തന്നെ സന്തോഷം തോന്നുകയാണ്. കാരണം വഗൂരി വളരെയധികം സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഗേൾ ആണ്. അങ്ങനെ തന്നെ നമ്മുടെ രണ്ടാറോ അവിടെ നിന്ന് മാറുകയാണ്. ഹ്യൂഗ സ്കൂളിലെ എല്ലാവരും സ്മാർട്ട് ആയിട്ടുള്ള ഒരാൾക്കാരിൽ തന്നെ ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള ഒരാളാണ് വഗൂരി. എന്നാൽ ചിതോരി സ്കൂളിലുള്ള എല്ലാവരും മണ്ടന്മാരാണ്. അതിൽ തന്നെ ഏറ്റവും വലിയൊരു മണ്ടനാണ് ഞാൻ. എനിക്കൊരു മാങ്ങാ തൊലി മനസ്സിലാക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ബുക്കെല്ലാം അടച്ചു വെച്ചിട്ട് നമ്മുടെ രണ്ടാറോ അവിടെ കിടക്കുകയാണ്. ഈ സമയത്ത് തന്നെ നമ്മുടെ രണ്ടാറോന്റെ അടുത്തേക്ക് ഒരാൾ വരികയാണ്. ഹലോ രണ്ടാറോ, വഗൂരി നീ എന്താ ഇവിടെ ചെയ്യുന്നത്? നീ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പം കുറച്ച് ഞാൻ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. പറഞ്ഞ നിന്നെ ഞാൻ അവിടെ വെച്ച് കണ്ടതുപോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാനും ഉണ്ടായിരുന്നു, അതുകൊണ്ടും കൂടെ വന്നോട് ക്ഷമിക്കണേ. എനിക്ക് നിങ്ങളുടെ കടയിലേക്ക് ഈ മാസം വരാൻ വേണ്ടി സാധിക്കത്തില്ല, കാരണം എനിക്ക് എക്സാം ആണ്. രണ്ടാറ് പറയുകയാണ്, അതൊന്നും കുഴപ്പമില്ല, നീ അടുത്ത മാസം വന്നാൽ മതി എന്ന്. എനിക്ക് നല്ല രീതിയിൽ തന്നെ പഠിക്കണം, എന്നാലേ എനിക്ക് എൻ്റെ റാങ്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ എന്ന് നമ്മുടെ വഗൂരി പറയുന്നു. മാത്രമല്ല അടുത്ത മാസം ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ കടയിലേക്ക് വരാം. എനിക്ക് പാർട്ട് ടൈം ജോബിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ കടയിൽ വന്ന ആഹാരമൊക്കെ കഴിക്കുന്നത് എന്ന് നമ്മുടെ വഗൂരി പറയുന്നു. നീ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാളല്ലേ, നീ ഹ്യൂഗ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരാളല്ലേ, പിന്നെ നീ എന്തിനാണ് പാർട്ട് ടൈം ജോബിന്
സ്കൂളിലൊക്കെ പോകുന്നത്? നീ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആളല്ലേ എന്ന് റെൻഡാറോ വഗൂരിനോട് ചോദിക്കുകയാണ്. സോ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ വഗൂരി പറയുകയാണ്, ഞാൻ അങ്ങനെയൊന്നും റിച്ച് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. ഹ്യൂഗ സ്കൂളിലേക്ക് പോകുന്നത് പൈസ വെച്ചിട്ടല്ല, ഒരു സ്കോളർഷിപ്പ് വരികയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സ്കോറും റാങ്കും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം, എന്നാലേ എനിക്ക് സ്കൂളിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഞാൻ നോർമലായിട്ട് ഉള്ള ഒരു വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. ഞാൻ റിച്ച് ഒന്നുമല്ല. ഞാൻ എൻ്റെ അപ്പനെ കാല് പിടിച്ചിട്ടാണ് ഞാൻ ഈ സ്കൂളിൽ തന്നെ ജോയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ റാങ്ക് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അത് എനിക്ക് തന്നെ വലിയൊരു പ്രശ്നമാകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ റെൻഡാറോ എന്നോട് ക്ഷമിക്കണേ, എനിക്ക് ഈ മാസം നിന്റെ കടയിലേക്ക് വരാൻ പറ്റത്തില്ല. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ റെൻഡാറോ വഗൂരിയുടെ കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ ഇമ്പ്രസ് ആവുകയാണ്. സോ നമ്മുടെ റെൻഡാറോ പറയുകയാണ്, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് റെഡിയാക്കുന്ന കാര്യമാണ്, നീ അടുത്ത മാസം വന്നാൽ മതി എന്ന് പറയുന്നു. വഗൂരി, നിനക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നിനക്ക് ടൈമൊന്നും ഇല്ലെന്ന് നീ പറഞ്ഞു, പക്ഷേ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് മാത്രം പഠിപ്പിച്ചു തന്നാലും പ്രശ്നം ഉണ്ടെങ്കിൽ വേണ്ട എന്ന് നമ്മുടെ റെൻഡാറോ പറയുന്ന സമയത്ത് തന്നെ ഉറപ്പായിട്ടും ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം എന്ന് നമ്മുടെ വഗൂരി പറയുന്നു. ഇതേ സമയത്ത് തന്നെ വഗൂരിയുടെ കൂട്ടുകാരായിട്ടുള്ള സുഗുരു അങ്ങോട്ട് വരികയാണ്. ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇനി കുറച്ചും കൂടെ ഉണ്ട് എപ്പിസോഡ്, മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഇത് പാർട്ട് 1 ആണ്, തേർഡ് എപ്പിസോഡിൽ. ഇത് ഞാൻ ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇട്ടിട്ട് എത്ര 3-5 മാസവും കണ്ടായി. സോ എന്നിട്ട് തേർഡ് എപ്പിസോഡ് ഞാൻ ഇപ്പോഴായിരുന്നു. സോ ഇതിന് സപ്പോർട്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് വൈകിട്ട് തന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഇടുന്നതായിരിക്കും, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ. സോ സപ്പോർട്ട് നോക്കാൻ വേണ്ടി ഞാൻ ഇടുകയാണ്. മാക്സ് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ചാനലിൽ വ്യൂസ് ഒക്കെ ഭയങ്കര കുറവാണ്. സോ കാണുന്ന എല്ലാവരും ഒന്ന് മാക്സ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.